നമുക്ക് ആ പേരാവൂരിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്രാവശ്യം വരാൻ പോകുന്ന മറ്റന്നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ചരിത്രം കുറിച്ചുകൊണ്ട് അത് മൂന്നാമത്തെ ടേമിലേക്ക് കേരളത്തിലെ വരാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ്. ആവേശോജ്വലമായ ഒരു പ്രകടനമാണ് നിങ്ങളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഒന്ന് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും ഒരാൾക്ക് മന്ത്രിയാവാൻ, ഏതെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രിയാവാൻ, കുറെ ആളുകൾക്ക് MLA ആവാനുള്ള ഒരു കുറുക്കുവഴിയല്ല, മറിച്ച് ഈ കേരളത്തെ ലോകത്തിന്റെ നെറുകയിൽ നിർത്താനുള്ള ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കൊട്ടിക്കലാശത്തിന്റെ ദിവസം പാർട്ടി സെക്രട്ടറി വന്ന് നിൽക്കുകയാണ്. പേരാവൂരിൽ വോട്ട് ചോദിച്ച് അഭിമാന പോരാട്ടമാണ് കെ ശൈലജയെ മുൻനിർത്തി പേരാവൂരിൽ എന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ CPM നടത്തുന്നത്. ഇത്തവണ പേരാവൂരിൽ കെ ശൈലജയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചരണത്തിന് പേരാവൂരിലെത്തിയിരുന്നു. ഇപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പേരാവൂരിലെത്തി വോട്ടർമാരോട് കെ ശൈലജയ്ക്കായി വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കുചേരുകയാണ്. ആ അർത്ഥത്തിൽ പേരാവൂരിൽ വലിയ പോരാട്ടം തന്നെ നടത്തും എന്നൊരു സന്ദേശം CPIM നൽകുകയാണ്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. സണ്ണി ജോസഫ് കെ ശൈലജയെ പരാജയപ്പെടുത്തിയാണ് പേരാവൂർ പിടിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആ മണ്ഡലം സണ്ണി ജോസഫ് വിട്ടുകൊടുത്തിട്ടില്ല. ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായി മട്ടന്നൂരിൽ നിന്നാണ് കെ ശൈലജയെ പേരാവൂരിലേക്ക് ഇറക്കിയത്. അവിടെ വലിയ മത്സരം തന്നെ നടക്കും എന്ന് CPM അവകാശപ്പെടുന്നു. ഇപ്പോൾ മധുസൂദനന്റെ റോഡ് ഷോയാണ് നടക്കുന്നത്. മധുസൂദനൻ കൊട്ടിക്കലാശത്തിന്റെ അടുത്തേക്ക് വരികയാണ്. PK ശ്രീമതി ഒപ്പമുണ്ട്. ബിജു കൃഷ്ണൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണനും ഇപ്പോൾ മധുസൂദനൊപ്പമുണ്ട്. അപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണനൊപ്പമാണ് പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥിയായ മധുസൂദൻ. ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന 49,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് എന്നത് ആലോചിക്കണം. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലത്തിൽ വലിയ വിമത പോരാട്ടമാണ്, വിമത ഭീഷണിയാണ് നേരിടുന്നത്. പക്ഷെ അത് ഭൂരിപക്ഷത്തെ പോലും, ജയത്തെ എന്നല്ല ഭൂരിപക്ഷത്തെ പോലും ബാധിക്കില്ല എന്നുള്ളതാണ് CPMന്റെ പ്രഖ്യാപനം. പക്ഷെ അത് അങ്ങനെയല്ല. അവിടെ വലിയ വില കൊടുക്കേണ്ടി വരും CPMന് എന്നുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ അടക്കം മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്യുന്നത്. തീർച്ചയായും തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇത്തവണ പാർട്ടിയിൽ എന്ത് സംഭവിക്കും എന്നത് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് CPIM കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ഇത്തരം അധികാരമോഹങ്ങൾ ഉണ്ടാകുന്നത് ഗുണകരമല്ല എന്ന് CPIM വിലയിരുത്തുകയാണ്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൗരവമായ ചർച്ച തളിപ്പറമ്പിന്റെ കാര്യത്തിൽ മുകളിൽ കയറി നിന്ന് അണികളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ സാറേ, ഈ ഇങ്ങനെ ഒരു കാഴ്ച ഇപ്പോഴത്തെ ഈ കൊട്ടിക്കലാശത്തിന്റെ മുഴുവൻ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീലേഖ, തിരുവനന്തപുരം മേയർ VV രാജേഷിനൊപ്പം ശ്രീലേഖ, വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖയും നമുക്ക് ട്രെയിനിന് മുകളിൽ തന്നെ കാണാൻ കഴിയും. എല്ലാവരും എയറിലാണ്, ാണ് ശ്രീലേഖ ട്രെയിനിൽ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും എയറിൽ നിൽക്കുകയാണ്. ചക്രവർത്തിയിൽ നിന്നുള്ള ആവേശക്കാഴ്ചയാണ്. പി രാജീവ്, അവിടെ പി രാജീവിന് ചുറ്റും നിൽക്കുന്നവരൊക്കെ നൃത്തം ചെയ്യുന്നുണ്ട്. പി രാജീവ് സാധാരണഗതിയിൽ ഇങ്ങനെ നമ്മൾ കാണാറില്ല. പക്ഷേ ഇതൊരു കൊട്ടിക്കലാശമാണ്. അതിലേക്ക് അദ്ദേഹം കൂടുതൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി നിൽക്കുകയാണ്. പറവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എല്ലായിടത്തും നോക്കൂ. എന്തൊരു ജനാധിപത്യത്തിന് സൗന്ദര്യമുള്ള കാഴ്ചയാണ്. എല്ലാ മുന്നണികളും, 3 ഇടങ്ങളിൽ നിന്നും സംഗമിച്ചു നിൽക്കുന്ന മുന്നണികളും അതിന്റെ കൊടിതോരണങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. വീണ്ടും പയ്യന്നൂരിലെ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു ഇത് തിരുവനന്തപുരത്തെ കാഴ്ചയാണ്. എന്നാൽ 3 ഇടങ്ങളിൽ നിന്നും വന്നു ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. 3 ഇടത്തു നിന്നാണ് അവർ ആ കൊട്ടിക്കലാശത്തിന്റെ അടുത്തേക്ക് വരുന്നത്. പേരാവൂരിലെ കാഴ്ച വീണ്ടും നമ്മൾ കാണുകയാണ്. കെ ശൈലജ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനൊപ്പം ശിവദാസൻ MP അടക്കമുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും.